Good afternoon. Once again, welcome back to ICT class. Okay, children, we are discussing about the software LibreOffice Calc, right? LibreOffice Calc is the spreadsheet software in our Ubuntu operating system. അല്ലേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഉബണ്ടുവിലുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ് കാൽക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ടുഡേ മൂവിങ് ഓൺ അവർ നെക്സ്റ്റ് activity 6.4. okay, activity 6.4 in your textbooks, പേജ് നമ്പർ 92, 92ാമത്തെ പേജിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 6.4 ഈഫ് ടു കാറ്റഗറൈസ് ഡാറ്റ. ദത്തങ്ങളെ വർഗീകരിക്കാൻ ഈഫ് എന്നുള്ള ഫങ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിസൺ. ആക്ടിവിറ്റി 6.4. There should be a criterion for categorizing the data. Imagine that you need to categorize places as those with the average temperature below 25 degrees Celsius as cool climate, and those above 25 degrees Celsius as warm climate places. Add the title climate in the G column, which is next to daily mean temperature, rounded column in the table, and try to do the following activities. എന്താണ് പറയുന്നത്? ദത്തങ്ങളെ വർഗീകരിക്കാൻ ഈഫ്. ഓക്കെ, ആദ്യം ദത്തങ്ങളുടെ വർഗീകരണത്തിന് ഒരു മാനദണ്ഡം നിശ്ചയിക്കണം. ഉദാഹരണമായി, ശരാശരി താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കുറവാണെങ്കിൽ അവിടെ കൂൾ ക്ലൈമറ്റായും അല്ലെങ്കിൽ അവിടെ വാം ക്ലൈമറ്റായും വർഗീകരിക്കണമെന്നിരിക്കട്ടെ. പട്ടികയിൽ മീൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു ടേബിൾ ഉണ്ട് അല്ലേ. ഓക്കെ, ആ പട്ടികയിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്ന കോളത്തിൻ്റെ അടുത്ത കോളത്തിൽ, അതായത് ജി കോളം, ജി എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. ഓക്കെ, ജി കോളം, അവിടെ ക്ലൈമറ്റ് എന്ന് ഹെഡിങ് തലക്കെട്ട് ചേർത്ത് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ടേബിൾ ഇതാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക് ഫയൽ ഇതാണ്. ഓക്കെ, പ്ലേസസ്, മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടു. ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്തു. ഓക്കെ, ആഗ്ര, അലഹബാദ്, അമൃത്സർ അങ്ങനെ കുറേ സ്ഥലങ്ങളിലുള്ള താപനില, ശരാശരി താപനില നമ്മൾ കണ്ടു. കുറഞ്ഞ താപനില, കൂടിയ താപനില ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്, ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ ക്ലൈമറ്റ് എന്നുള്ളതിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഡിഗ്രി സെൽഷ്യസ് എന്താണ്? നമ്മൾ വാം ക്ലൈമറ്റ് ആയും ലെസ് ദാൻ 25 ഡിഗ്രി സെൽഷ്യസ് ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ കുറവായ സ്ഥലങ്ങളെ നമ്മൾ കൂൾ ക്ലൈമറ്റായും അല്ലാത്ത സ്ഥലങ്ങളെ വാം ക്ലൈമറ്റായും എന്താണ് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. ഫോർ ദാറ്റ് we have to type the title in the G column. ഓക്കെ, ഇവിടെയാണ് G കോളം. ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ക്ലൈമറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ക്ലൈമറ്റ്. കഴിഞ്ഞ ടൈറ്റിൽസിൻ്റെ ഒക്കെ ഫോണ്ട് സൈസും ബോൾഡൊക്കെ ആക്കാം നിങ്ങൾക്ക് ഇവിടെ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിലോട്ട് കടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഓൾറെഡി ഹെഡിങ് ടൈപ്പ് ചെയ്തു. ക്ലിക്ക് ഓൺ ഫംഗ്ഷൻ ടൂൾ ആഫ്റ്റർ സെലക്ടിങ് ദ സെൽ വേർ യു ഷുഡ് ഗെറ്റ് ദ റിസൾട്ട്, ദാറ്റ് ഇസ് G2. ഫലം ലഭിക്കേണ്ട സെൽ, ദാറ്റ് ഇസ് G2 സെലക്ട് ചെയ്ത് ഫംഗ്ഷൻ ടൂൾ
ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ റിസൾട്ട് ലഭിക്കേണ്ട സെൽ ദാറ്റ് ഈസ് G2 ആണ്. ഓക്കെ, ഇതിൻ്റെ സെൽ അഡ്രസ്സ്, ദ സെൽ അഡ്രസ് ഓഫ് ദാറ്റ് സെൽ ഈസ് G2, അതായത് സെക്കൻഡ് റോയിലുള്ള G എന്ന കോളത്തിലുള്ള ഒരു സെല്ലാണ് G2. ഓക്കെ, ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫങ്ഷൻ ടൂൾ ഉണ്ട്. ദർ ഇസ് എ ബട്ടൺ നെയിംഡ് ഫങ്ഷൻ ടൂൾ. ഓക്കെ, ഫങ്ഷൻ വിസാർഡ്. ഓക്കെ, ആ ഫങ്ഷൻ വിസാർഡ് ക്ലിക്ക് ചെയ്യുക. അതിലെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഫങ്ഷൻ സെർച്ച് ചെയ്യുക. ഓക്കെ, അതിൽ ഫങ്ഷൻ ഈഫ് ഉണ്ട്. ജസ്റ്റ് സെലക്ട് ദാറ്റ് ഫങ്ഷൻ. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 3 ബോക്സസ് ഉണ്ട്. ടെസ്റ്റ്, ദെൻ വാല്യൂ, അതർവൈസ് വാല്യൂ. ഓക്കെ, അവിടെ ടെസ്റ്റ് എന്നുള്ള അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ടെസ്റ്റ് എന്ന് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ള ആ ഒരു കോളമാണ്. അതിനാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്, അതിലുള്ള ഡാറ്റാസ്. അപ്പോൾ ഡാറ്റയുള്ള സെല്ലിപ്പോൾ F2 ആണ്. F2 മീൻസ് F2, F3 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എഫ് എന്നുള്ള കോളത്തിലായതുകൊണ്ട് എന്ത് കൊടുക്കണം, ഡാറ്റയുള്ള സെല്ലിന് നമ്മൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് നമ്മൾ F2 എന്ന് ടൈപ്പ് ചെയ്തു. F2 മീൻസ് എന്താണ്, അതിലാണ് ഡാറ്റ ഉള്ളത്. 31 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ല. ഓക്കെ, ഫസ്റ്റ് ഡാറ്റ. അപ്പോൾ F2 എന്ന് അവിടെ ടൈപ്പ് ചെയ്തു. F2 ലെസ് ദാൻ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുക്കണം. F2 ലെസ് ദാൻ 25 എന്ന് കൊടുത്താൽ മതി. F2 ലെസ് ദാൻ സിമ്പിൾ, ദെൻ 25. ആ ഒരു കണ്ടീഷൻ കൊടുത്തു നമ്മൾ ടെസ്റ്റ് എന്നുള്ള ബോക്സിൽ F2 ലെസ് ദാൻ 25 എന്ന് കൊടുത്ത് ദെൻ എന്താണ്, ദെൻ വാല്യൂ. F2 ലെസ് ദാൻ 25 ആണെങ്കിൽ, 25-നേക്കാളും കുറവാണെങ്കിൽ എന്താണ്, ഡബിൾ കോട്ട്സിൽ ടൈപ്പ് ചെയ്യുക കൂൾ ക്ലൈമറ്റ്. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവാണെങ്കിൽ കൂൾ ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതർവൈസ് വാല്യൂ, അല്ലെങ്കിൽ 25-ഉം 25-ൽ കൂടുതൽ ആണെങ്കിൽ എന്താണ്, ഈക്വൽ ടു 25 ആൻഡ് ഗ്രേറ്റർ ദാൻ 25 എന്താണ്, വാം ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. വാം ക്ലൈമറ്റ്. ലെസ് ദാൻ 25 കൂൾ ക്ലൈമറ്റ്. ദെൻ 25-ഉം 25-ൽ കൂടുതലുമാണെങ്കിൽ വാം ക്ലൈമറ്റ് എന്നും ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്താൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ക്ലൈമറ്റ് എന്നുള്ള ബോക്സിൽ കാണാൻ പറ്റും വാം ക്ലൈമറ്റ്. എന്താണ് ഇതിൻ്റെ മീനിങ്, ഇവിടെ ആഗ്ര എന്നുള്ള സ്ഥലത്തിൻ്റെ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് ഇറ്റ് ഈസ് 31 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി സെൽഷ്യസ്, സോ ദാറ്റ് ദ ക്ലൈമറ്റ് ഈസ് വാം ക്ലൈമറ്റ്. ഓക്കെ, ദെൻ യു ക്യാൻ യൂസ് ഫിൽ ഹാൻഡിൽ ടൂൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫിൽ ഹാൻഡിൽ ടൂൾ. ഇവിടെ പ്ലസ് സിമ്പിൾ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താൽ എന്താണ്, ഫിൽ ഹാൻഡിൽ ടൂൾ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണ്, ദ വാല്യൂ ദാറ്റ് ഈസ് ലെസ് ദാൻ 25 കാണാം. ഇവിടെ കൂൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാല്യൂ 16 ആണ്. ഓക്കെ, അതേപോലെ 25 ഗ്രേറ്റർ ദാൻ 25 ആൻഡ് ഈക്വൽ ടു 25 ദാറ്റ് ഈസ് വാം ക്ലൈമറ്റ്. ഇവിടെ കണ്ടീഷൻ വന്നിട്ട് നമ്മൾ കൊടുത്ത കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലൈമറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാം ക്ലൈമറ്റ് എന്നും കൂൾ ക്ലൈമറ്റ് എന്നും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. ഓക്കെ, next class onwards we can discuss other activity. Okay, children, we'll see you on next class. Okay, goodbye.